ഇനിയിപ്പം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 3 ദിവസത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഇന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തിക്കൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കാനാണ് ബില്ലിലെ പ്രധാനപ്പെട്ട ശുപാർശ. വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും മണ്ഡല പുനർനിർണയം തിരക്കിട്ട് നടത്തുന്നതിനോട് പ്രതിപക്ഷത്തിന് യോജിപ്പില്ല. ഈ വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തും. ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പം അടിയന്തരമായി 3 ദിവസത്തെ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. പ്രധാനപ്പെട്ട അജണ്ട വനിതാ സംവരണ ഭേദഗതിയാണ്. ഇത് ഈ ലോക്സഭ കടക്കുകയാണെങ്കിൽ പിന്നീട് തുടർ ചർച്ചകൾ നടക്കും. പ്രതിപക്ഷം കടുത്ത രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. കാരണം ചരിത്രത്തിലെ നിർണായകമെന്നാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. 33% വനിതാ സംവരണം, ആ സംവരണം നടപ്പിലാക്കുന്നു 2019-ൽ, 2029-ൽ. അത് 2011-ലെ സെൻസസ് കണക്കാക്കി. ഇത്തരമുള്ള ഒരു അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിക്കുന്നത്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മഗേവാറാണ് ഈ ബില്ല് 3 ബില്ലുകളുള്ളത് 2 ബില്ല് അവതരിപ്പിക്കുന്നത്. മറ്റൊരു ബില്ല്, അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സീറ്റുകൾ 35 ഉയർത്തുന്ന മറ്റൊരു ബില്ല് അവതരിപ്പിക്കുന്നത് അമിത്ഷായാണ്. ഏതായാലും ഇതിനെതിരെ കടുത്ത രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം, ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. കാരണം മണ്ഡല പുനഃക്രമീകരണത്തിന് ആവശ്യമില്ല. മണ്ഡല പുനഃക്രമീകരണം നടത്തുന്നത് BJPക്ക് 2029-ൽ ഭരണത്തിലെത്താനുള്ള കുറുക്കുവഴി എന്നാണ് ഇടതുപക്ഷ കക്ഷികളടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യ കക്ഷികൾ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ ഭേദഗതിയെ ശക്തിയുക്തം എതിർക്കാനാണ് തീരുമാനം. എന്നാൽ ഇക്കാര്യത്തിൽ തെക്കൻ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് പ്രധാനമന്ത്രിയും അമിത്ഷാ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. സീറ്റുകളുടെ എണ്ണം ആനുപാതികമായി 50% വർദ്ധിപ്പിക്കുക. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ 20 ലോക്സഭാ സീറ്റാണുള്ളത്. അത് 30 വർദ്ധിപ്പിക്കുക, 10 എണ്ണത്തിൻ്റെ കൂടെ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ സമവായത്തിൽ എത്തിക്കാനുള്ള ശ്രമവും BJP നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇന്നും നടന്നേക്കുമെന്നാണ് നമുക്ക് BJP വൃത്തങ്ങളിൽ നിൽക്കുന്ന സൂചന. അതായത് ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഇതോടൊപ്പം തന്നെ 50% വർദ്ധിപ്പിച്ചുകൊണ്ട് തെക്കൻ സംസ്ഥാനങ്ങളുടെ ഭയാശങ്കകൾ മാറ്റുക എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മധ്യസ്ഥ എന്ന നിലക്ക് മുന്നോട്ട് വരുന്നത്. ഇതിനോട് പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയേണ്ടി വരും. ഏതായാലും മറ്റൊരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടത്, ഇപ്പോൾ നിലവിലുള്ള ഈ നിയമം പാസ്സാക്കിക്കൊണ്ട് കേരളത്തിൽ 3 സീറ്റുകൾ മാത്രമേ കൂടുകയുള്ളൂ. അതായത് 20-23 ആവും. അതുകൊണ്ട് തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിൽ കേരളത്തിൻ്റെ അതിലെ ലോക്സഭയിലെ പ്രാതിനിധ്യത്തിൻ്റെ ശതമാനം കൂട്ടുകയാണെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശവുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നത്. ഏതായാലും ഈ ബിൽ പാസ്സാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിയാണ്. 3-2 ഭൂരിപക്ഷം വേണം. ആ 3-2 ഭൂരിപക്ഷം നിലവിൽ NDA സർക്കാരിനില്ല. ഇപ്പോൾ 294 NDAയുടെ BJPയുടെ അംഗബലം ലോക്സഭയിൽ. അത് 360 വോട്ടെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഈ നിയമ ഭേദഗതി പാസ്സാക്കുകയുള്ളൂ. ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ നിബന്ധനകളും ഭേദഗതികൾക്കും പ്രസക്തി വരുന്നത്. ഏതായാലും വൻ രാഷ്ട്രീയ തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കുന്ന ബില്ല് ഇന്ന് ഏതായാലും അവതരിപ്പിക്കുകയാണ് ലോക്സഭയിൽ. സേതു. ശരി ശരത്ത്.